ഇതാ ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി മീൻകറിയാണ് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഒരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, അതിൽ ഇച്ചിരി കറിവേപ്പില, അതിലേക്ക് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നേരിട്ട് തന്നെ പുളിവെള്ളമാണ് ഒഴിച്ചിട്ട് ഒന്നും ഒരു തിളക്കമൊന്നും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മത്സ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾ മുളക് എല്ലാം വരക്കി വെച്ച മത്സ്യമാണ് ഇത്. പുയ്യാപ്പിള, ഇവിടെ പുയ്യാപ്പിള എന്ന് പറയും. എൻ്റെ നാട്ടിൽ ഇതിന് മഞ്ഞക്കറ്റിലാണെന്ന് പേര് പറയാം. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ടുണ്ട്. ഉപ്പ്, മുളക്, പുളി ഇതെല്ലാം കൂടി പരക്കി വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയുള്ളി, കറിവേപ്പില, ഉലുവ, കായ്മുളക്, വറ്റൻമുളക് ഇവ കൂടി ഒന്ന് ക്രഷ് ചെയ്തത് കുറച്ച് അതിൽ വെള്ളം ഞാൻ ഉറ്റിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ജസ്റ്റ് ഒരു കുറച്ച് ടൈം എടുത്തിട്ട് തിളച്ചോട്ടെ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രുചി നല്ല എന്താ പറയുക, നമുക്ക് ചോറുണ്ണാന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഐറ്റമാണിത് കേട്ടോ. തിളക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ചെറിയ അടുപ്പിലേക്കാണ് പൊരിച്ച മാറ്റിയിട്ടുള്ളത്. അത് അത്യാവശ്യം ഒന്നും ആയിട്ടില്ല കണ്ട, അതുപോലെ തന്നെയുണ്ട്. ചെറുങ്ങനെ കത്തി വേവട്ടെ. അതിലേക്ക് ഒരു നുള്ളു ഉലുവ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഒരു ഉലുവേൻ്റെ ഒരു മണവും ടേസ്റ്റും ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, ഇതെൻ്റെ മത്സ്യം തിളക്കുന്നുണ്ട്. ഈ മത്സ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്താലും ഈ പുളി ഇച്ചിരി കൂടി വേണമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നമുക്ക് അതിനൊരു പുളി പിടിച്ചോട്ടെ. ഓക്കെ, അത് മതി. ഒരു തക്കാളി മതി. അതിൽ തക്കാളിയുടെ പകുതി ആയാലും നോ പ്രോബ്ലം. ഈ മത്സ്യത്തിനുണ്ടല്ലോ ഇഷ്ടംപോലെ വേവൊന്നുമില്ല. നമ്മൾ തിളച്ച അരവിലേക്കാണ് ഈ മത്സ്യം ചേർക്കുക. അപ്പോഴേക്കന്നെ അതിന് നല്ല ആ ഒരു മത്സ്യത്തിൻ്റെ ചൊവയും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് തന്നെ അത് വേവുകയും ചെയ്യും. ഒരുപാട് സമയം നമ്മളതിനെ അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതിനെക്കാട്ടും ജസ്റ്റ് മൊമെൻറ്റ്സ് കറി റെഡി. ഓക്കെ, ഇത് തിളയ്ക്കുന്നുണ്ട്. തിളച്ചു. ഞാനൊന്ന് ആ മത്സ്യത്തെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മളൊക്കെ പണ്ടൊക്കെ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മേൻ്റെ വെച്ച കറിയെല്ലാം കൂട്ടിയാമെടുക്കൂല. അമ്മയെല്ലാം വെച്ചത് ഈശ്വര, അത് നമുക്ക് ഒരിക്കലും നാവുന്നൊന്നും രുചി വരെ മാറില്ല. അതുകൊണ്ടാ എന്തുന്നുള്ള തെളിവ് തട്ടുമ്പോഴേക്ക് ആ തൊലിയെല്ലാം പോയി അങ്ങ് നീങ്ങിപ്പോകുന്നുണ്ട. ഇതിൽ ഉപ്പെല്ലാം അത്യാവശ്യം ഉണ്ട്, ആവശ്യത്തിന് തന്നെ ഉണ്ട്, അത്യാവശ്യം എന്നല്ല. ഇതിലേക്ക് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസായ തേങ്ങാപ്പാൽ. ഫസ്റ്റ് പാൽ ഞാൻ പിഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ കേട്ടോ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തേങ്ങേൻ്റെ ഫസ്റ്റ് പാൽ അത് തിളച്ചൊന്ന് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളിത് ഈ ഒരു ഐറ്റം തേങ്ങാപ്പാൽ അവിടെ റെഡിയാക്കി വെക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഓൾറെഡി വെന്ത് കഴിഞ്ഞായിരിക്കും. അതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് മതിയാവും. അത് ആ ടൈമിൽ തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞത് വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. ഞാൻ കടകളിൽ നിന്നും കറിവേപ്പില വാങ്ങാറേ ഇല്ല. വാങ്ങണമെന്നുള്ള മനസ്സുണ്ടാകും, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും വിടില്ല. ഒരു പറയും അത് വേണ്ട, അത് വിഷം അടിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാണല്ലോ. പിന്നെ അത് ഞാൻ തീർത്തും ഒഴിവാക്കി. ഇല്ലെങ്കിൽ കറിവേപ്പില ഇടാതെ വെക്കും, അല്ലെങ്കിൽ ഈ നാടൻ കറിവേപ്പില മാത്രം ഉപയോഗിക്കും. ഓരോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരും. നല്ല മരയെല്ലാം ഉണ്ട്, അവർ പറയും ഇഷ്ടം പോലെ എത്രയും പറിച്ചോന്ന്. അപ്പോൾ പോയാൽ നല്ലോണം കൊണ്ടുവരും. അതാണെങ്കിൽ ഒരു 3-4 ആഴ്ച അത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതാണിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. ഇതിലിനി വേറൊരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലോണം തിളച്ച് ഒരു തിളയിങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് രുചിച്ച് നോക്കാം, ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. വാവ്, പറയാനൊന്നുമില്ല. എല്ലാം സമാസമം ചേർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ഇതിൽ വെളുത്തുള്ളി കൂടി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇൻഗ്രീഡിയൻസിൽ. ആ വറക്കുന്നതിൽ ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒന്ന് തിളച്ചിട്ട് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് വാങ്ങി വെക്കാം. നല്ല ടേസ്റ്റിയായ കറി റെഡി. പൊരിച്ചതിത ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
എന്നെ മറിക്കൂ എന്ന് പറഞ്ഞ് അളരുന്നൊന്നുമില്ല, പക്ഷേങ്കിലില്ല, ആയിട്ടില്ല. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. അതൊന്ന് ആവട്ടെ, നമുക്കതൊന്ന് തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ആ ഭാഗം വെന്തിട്ടില്ല. ഓക്കെ, എൻ്റെ കറി ഇതാ റെഡിയായി കഴിഞ്ഞു. ശരി, ഇത് പ്ലീസ് ദയവേത് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. കമൻസ് എന്തായാലും അറിയിക്കുക, എന്നാലേ എനിക്ക് മുന്നോട്ട് കമൻസ് എല്ലാം കേട്ട് അതിലെന്തെങ്കിലും മാറ്റമെല്ലാം വരുത്തേണ്ടെങ്കിലെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. ഓക്കെ, ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇനിയും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.